ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് പാവയ്ക്കയിൽ ഒട്ടും തന്നെ കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി കാണാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ പാവയ്ക്കയിൽ ഒട്ടും തന്നെ കയ്പുണ്ടാകത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് അത്യാവശ്യം 2 വലിപ്പമുള്ള പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാവയ്ക്ക ഇതുപോലെ നെടുകെ കീറി എടുത്തിട്ട് അതിനകത്തുള്ള വിത്തൊക്കെ ആദ്യം തന്നെ എടുത്തു കൊടുക്കുക. ഇതുപോലെ വിത്തെല്ലാം നമുക്ക് കളഞ്ഞതിന് ശേഷം പാവയ്ക്ക നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്കിത് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. നമുക്ക് പാവയ്ക്ക എത്രത്തോളം കനം കുറച്ചിട്ട് അരിഞ്ഞു കൊടുക്കുന്നുവോ അത്രത്തോളം പാവയ്ക്ക നമുക്ക് മെഴുക്ക് പുരട്ടുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കയ്പ്പ് നമുക്ക് നല്ലതുപോലെ അത്യാവശ്യം മാറി കിട്ടുകയും ചെയ്യും. അപ്പം നമുക്കിങ്ങനെ അരിഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലതുപോലെ കനം കുറച്ചിട്ട് തന്നെ പാവയ്ക്ക അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയും കനം കുറച്ചിട്ട് ഞാനിവിടെ എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 കൊച്ചുള്ളി, 4 തുണ്ട് വെളുത്തുള്ളി എന്നിവ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ ഇതുപോലെ ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ജാറിലൊന്നും വെച്ചിട്ട് അരയ്ക്കാനായിട്ട് പാടില്ല. ഇതുപോലെ ഇടികല്ലിൽ വെച്ചിട്ട് തന്നെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നതിനായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കുഞ്ഞ് സവാള നീളത്തിന് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ആ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാവയ്ക്ക ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പാവയ്ക്ക ഇനി എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്തിട്ട് മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവയ്ക്കയിൽ കയ്പ്പ് മാറ്റുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പാവയ്ക്ക വേവിച്ചിട്ട് അവസാനം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കരുത്. നമുക്ക് തുടക്കത്തിലെ തന്നെ ആ എണ്ണയിൽ പാവയ്ക്ക നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിൽ മുളക് പൊടിയും ഉപ്പും നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഉപ്പും മുളക് പൊടിയുടെ എരിവും ഒക്കെ പിടിച്ചിട്ടായിരിക്കും ഈ പാവയ്ക്കയിൽ കയ്പ്പ് നല്ലതുപോലെ മാറി വരിക. അപ്പം തുടക്കത്തിലേ നമുക്ക് ഇതുപോലെ ഉപ്പും നല്ലതുപോലെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് എരിവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തട്ടിപ്പൊത്തി അടച്ചു വെച്ച് കൊടുക്കുക. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതുപോലെ 10 മിനിറ്റ് ഇടവിട്ട് ഇതുപോലെ തുറന്ന് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അതുപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. പാവയ്ക്കയൊക്കെ നല്ലതുപോലെ വെന്ത് അതിൻ്റെ കയ്പ്പൊക്കെ അത്യാവശ്യം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് സിമ്പിളായിട്ട് ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പാവയ്ക്കയിലെ കയ്പ്പൊക്കെ നല്ലതുപോലെ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലെ നമുക്ക് പാവയ്ക്ക ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടാത്തവരും കൂട്ടും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പാവയ്ക്കയിലെ കയ്പ്പൊക്കെ നന്നായിട്ട് മാറി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് പ്രത്യേകിച്ചിട്ട് പാവയ്ക്കയിൽ ഒന്നും തന്നെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.